നല്ല പടം. ആദ്യമേ ഒരു ഫസ്റ്റ് ഹാഫ് വരെ നല്ല സ്ലോയിൽ നമ്മൾ കണ്ട ഇതിനു മുമ്പ് സിനിമകളിൽ കണ്ട കുടുംബത്തിലെ ജീവിത മുഹൂർത്തങ്ങളൊക്കെ കോർത്തിണക്കിയാണ് പോയതെങ്കിലും പിന്നെ ആ ഇന്റർവ്യൂവിന് ശേഷം പടം നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു സിനിമ. പക്ഷെ പടം കണ്ടു കഴിഞ്ഞ് എനിക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിന്റെ റിവ്യൂസ് ഒക്കെ വായിച്ചപ്പം എല്ലാവരും പറയുന്നു പൃഥ്വിരാജ് തരുൺമൂർത്തിയുടെ അടുത്ത് ട്യൂഷന് പോകണം, എമ്പുരാൻ പടം എടുത്തവരെല്ലാം തുടരും പടം എടുത്തവരെ കണ്ട് പഠിക്കണം. എനിക്ക് ഒരു സാധനം നല്ലതാണെന്ന് പറയാൻ വേണ്ടി നമ്മൾ വേറൊരു സാധനത്തിന് എന്തിനാണ് മോശം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എമ്പുരാൻ നല്ല പടമാണ്, അത് ആ രീതിയിൽ അതൊരു നല്ല പടമാണ്, തുടരവും നല്ല പടമാണ്, അത് അതിന്റെ രീതിയിൽ ആ പടം വളരെ നല്ല പടം തന്നെയാണ്. ഇപ്പം വേടൻ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും അധികം നമ്മളെ സ്വാധീനിക്കുന്ന ഒരു പാട്ടുകാരനാണല്ലോ വേടൻ. ഈ വേടൻ ഏറ്റവും മനോഹരമായ ഒരു പാട്ടുകാരൻ എന്ന് പറയാൻ വേണ്ടി നമ്മൾ എൻ.ജി. ശ്രീകുമാറിനെ തെറി പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ എൻ.ജി. ശ്രീകുമാർ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് വളച്ചൊടിക്കപ്പെട്ടിട്ടും ഉണ്ടാവാം. എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അദ്ദേഹം ഒരു ഇത്രയും വർഷങ്ങളായിട്ട് നമ്മളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടുകാരനാണ് എൻ.ജി. ശ്രീകുമാർ. ഈ ഒരു സാധനം നല്ലതാന്ന് പറയാൻ വേറൊന്ന് ചീത്തതാന്ന് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ലെന്നേ. രണ്ടും നല്ലതാണ്, എല്ലാം നല്ലതാണ്. ഇപ്പൊ നമ്മുടെ കൊച്ചിന് 180% മാർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അയലോക്കംകാരന്റെ കൊച്ചിന് 40% കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ 80% പറയുമ്പോൾ ഈ ഒന്ന് ചീത്തയാന്ന് പറഞ്ഞിട്ടൊന്നും നല്ലതെന്ന് പറയുന്നത് എന്തിനാ എനിക്ക് മനസ്സിലാകുന്നില്ല. അത് നല്ലതാ, ഇത് നല്ലതാ, കിട്ടുകളാ, എന്തിനാ ഇതൊക്കെ? ഈ മനുഷ്യന്മാരെ കമ്പയർ ചെയ്യുന്നത് ഏറ്റവും മോശമായിട്ടൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിപ്പോ പാട്ടുകാരാണെങ്കിലും എഴുത്തുകാരാണെങ്കിലും എല്ലാവരും അവരവരുടെ തലങ്ങളിൽ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. ഇത് എന്റെ അഭിപ്രായം മാത്രമേ കേട്ടോ. അപ്പം ഈ കമ്പയർ ചെയ്യാൻ ഇതിപ്പം മൊബൈൽ ഫോണോ അല്ലെങ്കിൽ വാച്ചോ ഒന്നും അല്ലല്ലോ, ഇത് പ്രോഡക്ട്സ് ഒന്നും അല്ലല്ലോ, ഹ്യൂമൻ ബീങ്സ് അല്ലേ. എല്ലാവർക്കും ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും. പക്ഷെ സിനിമകളെ നമുക്ക് കമ്പയർ ചെയ്യാം, പക്ഷെ സിനിമകളെ കമ്പയർ ചെയ്യുമ്പോൾ ഓരോ സിനിമയും പറയുന്ന കഥയും അതിന്റെ പ്രതലവും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു ഫാമിലി മൂവിനെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് വേറൊരു ഫാമിലി മൂവി ആയിട്ടാണ്, ഒരു ത്രില്ലറിനെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് വേറൊരു ത്രില്ലർ മൂവി ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ മൂവിനെ വേറൊരു ആക്ഷൻ മൂവി ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ എം ഡി വാസുദേവൻ നായരുടെ ഒരു പടവും അമ്മൻ ജീവിതത്തിന്റെ പടവും കൂടെ കമ്പയർ ചെയ്തത് അതിലേതാ നല്ല പടവും നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ തരുൺമൂർത്തിയുടെ പടവും പൃഥ്വിരാജിന്റെ പടവും രണ്ട് പടം വന്നേ. അത് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അന്ന് എംബുരാൻ ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇപ്പം ഇദ്ദേഹത്തിന്റെ പടം തരുൺമൂർത്തിയുടെ തുടങ്ങി ഇറങ്ങിയപ്പോൾ നമ്മളെല്ലാവരും എംബുരാൻ തെറി പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് രണ്ടുപടം തിയേറ്ററിൽ ഇഷ്ടപ്പെട്ട പടം തന്നെയാണ്. ചില സീനുകളൊക്കെ എംബുരാൻ വർക്കൗട്ട് ആയില്ല. തരുൺമൂർത്തിയുടെ പടം തുടരും എനിക്ക് അതിൽ കൂടുതൽ ഒരു പരിധിവരെ വർക്കൗട്ടായി. എന്ന് വെച്ചാൽ ആ പടം മോശമാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് ഡൗട്ട് ഉണ്ട്, ഇത് ചിലപ്പോൾ സ്പോയിലർ ആണെന്ന് അറിയില്ല, ആരും അറിയാൻ ചെന്ന് പറഞ്ഞു തരണേ. ഈ തുടരും പടത്തിലേ ഈ മോഹൻലാലിന്റെ മകനെ മരിച്ച് നമ്മൾ ഈ കാട്ടിക്കൊണ്ടേ ഇട്ടിട്ടേ അതിന് മണ്ണിടിച്ചിട്ട് വരുമ്പം ഈ മകന് മൃതദേഹം കിട്ടുന്നത് ഈ KCB എന്തോ ആ ജീപ്പിൽ നിന്നാണല്ലോ. ആ ജീപ്പിലേക്ക് മൃതദേഹം എങ്ങനെയാണ് വന്നത്? ഈ മണ്ണിടിച്ചിൽ ഒഴുകി വന്നതാണോ അതോ അവരെ മൃതദേഹം അവർക്ക് കിട്ടിയതാണോ? എനിക്ക് മിസ്സായതാണോ? എന്റെ അറിയില്ലായ്മ കൊണ്ടാണ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യണം, എനിക്ക് അറിയാൻ പറ്റാത്ത.